ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 3:21. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ജനമെല്ലാം മതി, ആ വാക്യം മതി, 21-ാമത്തെ വാക്യം മാത്രം. ഹല്ലേലൂയ. ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഈ വാക്യം പലപ്പോഴും ഞാൻ ഈ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് യേശു സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവന്റെ മേലിറങ്ങി. മത്തായി സുവിശേഷത്തിലെ ആ ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന ഈ ഒരു ഭാഗം, പ്രാർത്ഥന എന്നൊരു വാക്ക് അതിനകത്ത് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്ന, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ആ ഒരു വാക്ക് അവിടെ ചേർത്ത് മനസ്സിലാക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാക്യം അനുസരിച്ച് മനസ്സിലാക്കുന്ന ആശയം ഇതാണ്: സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ജനമെല്ലാം സ്നാനമേൽക്കുന്നു. യോഹന്നാൻ അവിടെ സ്നാനം കഴിപ്പിക്കുന്നു. യേശു അവിടെ ചെന്ന് സ്നാനമേൽക്കുന്നു. ഇവിടെ ഒന്നുമല്ല, അതിന് തൊട്ടടുത്ത വാക്കാണ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന, നമ്മള് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയെന്ന് ആശങ്കപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മീതെ തുറക്കുന്നൊരു സ്വർഗമുണ്ടെന്ന് മറന്നുപോകരുത്. ഈ വാക്കുകളുടെ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ജനിച്ച് ജീവിച്ച് തനിക്ക് പ്രലോഭനങ്ങളുണ്ടായി, ആ പ്രലോഭനങ്ങളുടെ ഒക്കെ പോയി ജയിച്ചക്കരെ കടന്ന് തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ്, തന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ടു മുൻപ്, ഇനി അങ്ങോട്ടുള്ള 3-3.5 വർഷക്കാലം യഹൂദിയിലും ശമരിയിലും യെരൂശലേമിലും ചുറ്റി സഞ്ചരിക്കാൻ പോവുകയാണ്. ആ ശരണരെ കർത്താവ് ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. രോഗികളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഒത്തിരി ആളുകളുടെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. ഒത്തിരി പേരെ ഉപദേശിക്കാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതിന്റെ തൊട്ടു മുൻപ്, യേശു കർത്താവ് ഈ വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്നൊരു വാക്ക്. സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും, കർത്താവിന് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യം? നമുക്കൊക്കെ അല്ലേ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? അപ്പൊ ഈ ചിന്തയ്ക്ക് കർത്താവ് എനിക്ക് തന്ന മറുപടി, ഞാൻ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമുണ്ടെന്നുള്ള മറുപടിയാണ്. ഞാൻ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്ന എന്താണ്? ദൈവമേ എനിക്ക് അത് തരണമേ, ദൈവമേ എനിക്ക് ഇത് തരണമേ, ദൈവമേ അങ്ങനെയും ഇങ്ങനെയും എന്റെ കാര്യങ്ങളെ നടത്തി തരണമേ. അത് പ്രാർത്ഥന അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു കർത്താവിന് ചിലപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കർത്താവിന് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ശരിക്കും പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനയുടെ ആത്മീക നന്മ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് റൂമിനകത്തേക്ക് കയറി ചില മിനിറ്റുകൾ മാത്രം ഇരിക്കുന്നതല്ല എന്ന് നമ്മൾ പറയും. അത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ കയറും, കഥകടച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ചെന്നിരിക്കും, പ്രാർത്ഥിക്കും. അതെല്ലാം പ്രാർത്ഥന തന്നെ. പക്ഷെ ഞാൻ പറയുന്ന ആശയം ഇതിലും അല്പം കൂടെ ഉയർന്ന ഒരാശയമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, 24 മണിക്കൂറും കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥിച്ച് ഒത്തിരി പേര് പരിചയമുണ്ട്. അവരുടെ പ്രാർത്ഥനകളെയും നമുക്ക് പരിചയമുണ്ട്. പക്ഷേ കർത്താവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു എന്നൊരു വാക്ക്
നമ്മളെ പ്രാർത്ഥനയുടെ കുറേ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തവുമായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കോസ് 6:12 ഒന്ന് നോക്കുമ്പോൾ അല്പം കൂടെ വ്യത്യസ്തമായൊരു പ്രാർത്ഥന കാണുന്നില്ല. ലൂക്കോസ് 6:12 നോക്കിയേ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, 12 പേരെ തെരഞ്ഞെടുത്തു. അവിടെ ശരിക്കും കർത്താവ് ചെയ്തത്, എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ കർത്താവ് ഉറങ്ങാതെ രാത്രി മുഴുവനും ഒരു മലയുടെ മേളില് ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് ആരുടെയും ശല്യമില്ലാത്ത ഏകാന്തതയിൽ കരയാം, ചിരിക്കാം, വർത്താനം പറയാം, ഉറക്ക വിളിക്കാം, എന്തും ചെയ്യാം. അതുപോലത്തെ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ചെന്നിട്ട് രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ആ വാക്യം നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് തരുന്ന ഒരു ചിന്ത എന്താണ്? കർത്താവേ എനിക്ക് അത് തരണമേ, കർത്താവേ എനിക്ക് ഇത് തരണമേ, ഇന്നൊരു വിഷയത്തിൽ എന്റെ കൂടെ ഇരിക്കണമേ, ഇതെല്ലാം എനിക്ക് നിവർത്തിച്ചു തരണമേ. 2 മിനിറ്റ് കൊണ്ട് തീരുവത്. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് തീരുവത്. പിന്നെ ആ ലിസ്റ്റ് എന്റെ കുടുംബാംഗങ്ങളെയും ചർച്ചിലെ മെമ്പേഴ്സിനെയും ബന്ധുമിത്രാദികളെയും എല്ലാം ആഡ് ചെയ്ത് അവരുടെ വിഷയം ഇവരുടെ വിഷയം എല്ലാം കൂടെ പറഞ്ഞാലും ഒരു 10 മിനിറ്റേ പോകത്തുള്ളൂ. ഏറെ വന്നാൽ 1 മണിക്കൂർ വിചാരിച്ചു. അത് കഴിഞ്ഞെന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച വിഷയങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കുമ്പോഴാണ് 15 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഇനി എങ്ങനെയാ ബാക്കി 3/4 മണിക്കൂർ സമയം ചെലവഴിക്കുന്നത്? ഒന്നും കൂടെ പ്രാർത്ഥിക്കും. പിന്നെ അവിടെ നിന്ന് വേറെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ആ പ്രാർത്ഥന അങ്ങ് വലിച്ചു നീട്ടുന്ന പ്രാർത്ഥനയായിട്ട് മാറും. പക്ഷേ ഇവിടെ ഒരാള് രാത്രി ഫുൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് പ്രാണവേദന ഉണ്ടായാൽ, ചിലപ്പോൾ നമുക്ക് അനങ്ങാനും തിരിയാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ ചിലപ്പോൾ രാത്രി ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് ചെലവഴിക്കുമായിരിക്കും. പക്ഷെ അതുമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ പ്രാർത്ഥനയുടെ സാഹചര്യത്തെ കുറിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുക പോലും അല്ല കർത്താവ് നാളെ രാവിലെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഒരു ചൂടെടുത്ത് വെക്കുകയാണ്. അത്രയുള്ള കാര്യം. നാളെ രാവിലെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് കർത്താവിന്റെ കൂട്ടത്തിൽ അവരെ കൊണ്ടു നടക്കാൻ പോവാണ്. ഒരു ദൗത്യമാണ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ദൗത്യത്തിന് മുൻപെയാണ് കർത്താവ് രാത്രി മുഴുവനും സമയം ചെലവഴിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവിന്റെ ഒരു ശൈലിയും ശീലവും ഒരു സമയം കണ്ടെത്തി കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആവശ്യം പറയുക എന്നതിലും ഒരുപടി അപ്പുറത്തേക്ക് ആ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് കൂടെ പറയാം. ചിലപ്പോൾ നമ്മൾ കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് വരും. ആ പാട്ട് മൊത്തം അങ്ങ് പാടും. ചിലപ്പോൾ ഒരു വചനമായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരു ഭാഗം ഓർക്കും, ആ ഭാഗം മുഴുവൻ അങ്ങ് വായിക്കും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൊക്കെ അങ്ങ് നിറയും. ചിലപ്പോൾ ഒരു തേങ്ങലും വേങ്ങലുടെയും കരച്ചിലും എല്ലാം വരും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വിഷയം കർത്താവിനോട് അങ്ങ് പറയും. കർത്താവ് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് പറയും. നമ്മൾ തിരിച്ച് കർത്താവിനോട് എന്തെങ്കിലും വാദം ഉന്നയിക്കും. കർത്താവ് ചിലപ്പോൾ ആ വാദത്തെ അംഗീകരിക്കും, ചിലപ്പോൾ ആ വാദത്തെ ഒടിച്ച് കയ്യിലോട്ട് തരും. അപ്പൊ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും. അങ്ങനെ ദൈവത്തിൽ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതം മുഴുവനും, നമ്മുടെ ജീവിതത്തിന്റെ പകല് മുഴുവനും, നമ്മുടെ ജീവിതത്തിന്റെ രാത്രി മുഴുവനും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയും, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥന.
എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന് വെച്ചാൽ അത് തരണേ, ഇന്ന് തരണേ, അത് നടത്തണേ, ഇത് നടത്തണേ എന്ന് പറയണമെങ്കിൽ പ്രത്യേകിച്ച് ഒരുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത് ആർക്കും എപ്പോഴും പറയാവുന്ന കാര്യമാണ്. പിന്നെ ഇത് പറഞ്ഞ് നമ്മുടെ തലയ്ക്കകത്ത് ഇതങ്ങ് കയറും. നമ്മുടെ ഒക്കെ ഒരു പ്രത്യേകത ഇതാണ്. ഇപ്പൊ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം, ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ്, എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടുന്നത്, എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടതെന്ന് ആദ്യം നമ്മുടെ അടുത്തിരുന്ന് ഒരാൾ പറഞ്ഞു തന്ന് ക്ലച്ചിന് പകരം ബ്രേക്ക് ചവിട്ടുമ്പോ എന്താ വഴക്കുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ശാസിച്ച് അങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. പക്ഷെ 15 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു നോക്കിയേ, അത് ക്ലച്ച് എവിടെയാ, ബ്രേക്ക് എവിടെയാ നോക്കിയിട്ടല്ല വണ്ടി എടുക്കുന്നത്. അതാ മനസ്സില് ഇതിങ്ങ് പാടി പതിഞ്ഞത് കൊണ്ട് കൃത്യസമയത്ത് അതിങ്ങ് വരികയാണ്. നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ, ചിലപ്പോൾ ദൈവസ്ഥനിൽ നിന്ന് നമ്മളൊരു പാട്ട് പാടി ആരാധിക്കാന്ന് വിചാരിച്ചു. അതിന്റെ 1ാമത്തെ സ്റ്റാൻസ് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റാൻസ് അങ്ങ് വരുമോ, അല്ലാതെ ഇത് ഏതാ അടുത്ത സ്റ്റാൻസ് ചിന്തിച്ചിട്ടല്ല. അതിങ്ങനെ മൊത്തം പാടുകയും ചെയ്യും. ഈ പാട്ട് 4 കഴിയുമ്പോൾ 1ാമത് പാടിയ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ നമ്മളോട്ട് ഓർക്കത്തുമില്ല. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇത് പാടി പതിഞ്ഞ ഇങ്ങനെ മെഷീൻ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു പുതുമയില്ല. ഒരു മെഷീൻ, ഒരു മോട്ടോർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ആ മോട്ടോർ പ്രവർത്തിക്കണം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ മോട്ടോറിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു വ്യത്യസ്തം. അപ്പൊ പിന്നെ അതിങ്ങനെ എന്ന് പറഞ്ഞതുപോലെയായി മാറിയേക്കാം നമ്മുടെ പ്രാർത്ഥനകൾ. അതിനൊരു മുഖവരിയുണ്ട്, അതിന്റെ ചില വിഷയങ്ങളുണ്ട്, അതിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. തുടങ്ങുന്ന സെന്റൻസ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും, പറയുന്ന സെന്റൻസുകൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും, അവസാനിപ്പിക്കുന്ന ഒരുപോലെ ആയിരിക്കും. കുറെ കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കുട്ടികൾക്കറിയാം ഇത് എത്ര സമയം എടുക്കും, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇത് ഏതിലേക്ക് പോകും, ഇത് എങ്ങനെ അവസാനിക്കും. അപ്പൊ അതിങ്ങനെ പറഞ്ഞ് തഴമ്പിച്ചുള്ള ഒരു പ്രാർത്ഥനയെന്ന് ദൈവം വിലമതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അതിനെ തിരസ്കരിക്കാനല്ല ഞാനിത് പറയുന്നത്. അതിനേക്കാളും മേളിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വിശകലനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. നിങ്ങളുടെ ലൈഫില്, എൻ്റെ ലൈഫില് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, സ്വർഗം തുറന്ന അനുഭവങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗം തുറന്നപ്പോഴൊക്കെ നമ്മൾ ജൽപ്പനം പോലെ കാണാതെ പഠിച്ച മെഷീൻ കറങ്ങുന്നത് പോലെ സ്ഥിരമായി തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞപ്പോഴായിരുന്നു സ്വർഗം തുറന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതമായിട്ട് മാറിയിരുന്നെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു സമ്പർക്കമായി മാറിയിരുന്നെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഓരോ നിമിഷങ്ങളിലുമുള്ള നമ്മുടെ മനസ്സും ദൈവവും തമ്മിലുള്ള ബന്ധമായി മാറിയിരുന്നെങ്കിൽ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവ് അവിടെ എല്ലാവരും സ്നാനപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ കർത്താവ് അങ്ങോട്ട് ചെന്നു. എല്ലാവരുടെ കൂട്ടത്തിൽ ഒരുവനായി യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ചെന്നു. യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ എന്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ വരുന്നുവോ? കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ എല്ലാ നീതിയും നിവർത്തിക്കേണ്ടത് ഉചിതമാകുന്നു. അങ്ങനെ സ്നാനപ്പെട്ടു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു, അവന്റെ ചെരുപ്പിന്റെ വാരഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഇതെല്ലാം പറഞ്ഞപ്പോഴും ആൾക്കാർ അങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും അല്ല. യോഹന്നാനാണ് അവിടുത്തെ ഹീറോ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കാൻ ഇവര് വന്നിരിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് പോകുന്ന ആളെല്ലാം നോക്കി എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കർത്താവ് അങ്ങോട്ട് മാറി നിന്നേച്ച് ആ സ്നാനപ്പെടുന്ന ജലാശയത്തിന്റെ കരയിൽ തന്നെ നിന്നുകൊണ്ട്, അവിടെ ഡ്രസ്സ് മാറാനുള്ള വാഷ്റൂമുകളും കാര്യങ്ങളൊന്നുമില്ല, ആ നനഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന് തന്റെ ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ആകാശസീമകളിലേക്ക് നോക്കി പറഞ്ഞു കാണും, പിതാവേ, ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ നിവർത്തീകരിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗം തുറന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് കാണുന്നതെന്നോ അന്ന് സ്വർഗം തുറക്കും. നമ്മൾ സാരപ്പെട്ടവരായിരിക്കാം,
പക്ഷേ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട്, ആകാശസീമകളിലേക്ക് നോക്കിയിട്ട്, അപ്പാ അങ്ങയുടെ ആഗ്രഹത്തിന്റെ ഒരു പടി കൂടെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ നിറവേറ്റി. ഹല്ലേലൂയ. ചാരിതാർത്ഥ്യത്തോടെ, സംതൃപ്തിയോടെ ഇന്നേ ദിവസം നാഥ അങ്ങ് ആഗ്രഹിച്ച എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിലെ ഒരു കാര്യം കൂടെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്ന ആ പറച്ചിലെന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതിന്റെ മുൻപിൽ ആ സ്വർഗം തുറക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ചിലർ പ്രാർത്ഥനയെ കാണുന്നതിന് വല്ലാത്ത താഴ്ന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെയാണ്. ചോദിച്ച് മുട്ടിപ്പായി ചോദിച്ച് എനിക്കത് തന്നേ പറ്റൂ, സമരം ചെയ്തതുപോലെ. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ അതിലൊക്കെ കർത്താവിന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും. നമ്മുടെ മക്കള് നമ്മളോടൊരു കാര്യം വന്ന് ചോദിച്ചു, അപ്പൊ നമ്മൾ അതിന്റെ യുക്തിസഹമായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അതിന് സമയമായില്ല, അതിന് ടൈം ആവും, കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നോയാണ് ഉത്തരം. ഈ കൊച്ചു വിടത്തില്ല. പിന്നെയും പറഞ്ഞ് അസഹനീയമാക്കി അവസാനം നമ്മൾ അതങ്ങ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് അതിനകത്തൊരു സന്തോഷമുണ്ടോ? 2 ദിവസം കഴിയുമ്പോൾ ആ കൊച്ചിനെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്റെ ഹിതത്തെ തിരിച്ചൊട്ടിച്ചു കളഞ്ഞ് സ്വന്തം കാര്യം നേടിയെടുത്ത സ്വാർത്ഥത എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലാ കൊച്ചിനെ കുറിച്ച് വരത്തില്ലേ? അപ്പൊ ഞാൻ ചിന്തിക്കും പലപ്പോഴും, കർത്താവിന് എന്നെ അറിയാം, എന്റെ ജീവിതത്തെ മുഴുവൻ അറിയാം. ഇവിടെ ഇരിക്കും നമ്മളെ ഓരോരുത്തരും ഓരോ നിമിഷങ്ങളും കർത്താവിന് അറിയാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എല്ലാം കർത്താവ് അറിയാതെ അല്ല. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ അന്നില്ലാത്തവർക്ക് വേണ്ടി പറയുക. കർത്താവ് എന്നെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചൊരു വലിയ സത്യമായിരുന്നു, കർത്താവിന്റെ അധീനത എന്നൊരു സത്യം. കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ആ സ്ഥലത്ത് മീറ്റിംഗ് എല്ലാം ക്രമീകരിച്ച് അവരെ വെള്ളിയാഴ്ച വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെല്ലും. 3:30-4 മണിയാകുമ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങും. രാത്രി 8:30 വരെ മീറ്റിംഗാണ്. ആളുകളെ വിളിച്ചു കൂട്ടി, നോട്ടീസ് അടിച്ചു, ഭക്ഷണം വരെ ക്രമീകരിച്ച്, ഹോളും ബുക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ 7:10 കയറിയ ഫ്ലൈറ്റ് 9 മണിക്ക് ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് അവിടെ വട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലാൻഡ് ചെയ്യാൻ റൺവേ കാണുന്നില്ല, മൂടൽ മഞ്ഞാണ്. അവസാനം അത് നേരെ കൊണ്ട് ബാംഗ്ലൂർ ഇറക്കി. അപ്പൊ അങ്ങനെ ഞാൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? മിസ്സാകുമോ? ഫ്ലൈറ്റ് മിസ്സാകുമോ? എങ്കിലും എന്റെ മനസ്സിൽ ഞാൻ പറയുന്നു, കർത്താവിനൊരു പ്ലാൻ കാണും. തിരിച്ച് റീഫ്യൂലിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 12:45. അപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റ് പോയി. ഒരു രക്ഷയില്ല. പിന്നെ അങ്ങോട്ട് ചെന്നപ്പം ആ ദിവസം പിന്നെ ദുർഗാപൂരിലേക്ക് ഫ്ലൈറ്റ് ഇല്ല ഹൈദരാബാദ്. വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നാൽ പോലും കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ്, അടുത്തത് എന്ത്? പിന്നെ ചെല്ലുമ്പോൾ കാണുന്നത് അവർ 4 കൗണ്ടറുകൾ തുറന്നു. എന്നെ പോലെ തന്നെ ഫ്ലൈറ്റ് മിസ്സായവര്, ഫ്ലൈറ്റ് ക്യാൻസലായി പോയവര് ക്യൂ നിൽക്കത്തില്ല. അവരെല്ലാം ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇൻഡിഗോക്കാരോട് ഭയങ്കര വിദ്വേഷത്തിലാണ് നിൽക്കുന്നത്. അവരാരും ക്യൂ നിൽക്കത്തില്ല. അവരെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചിലരുടെ ടിക്കറ്റ് നീട്ടി, ബോർഡിംഗ് പാസ് നീട്ടി, മൊബൈൽ നീട്ടിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക്? അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും കർത്താവ് എന്നോട് പറയുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉയരത്തിലുണ്ട്. ഞാനവിടെ ഒരു കൗണ്ടറിൽ ചെല്ലുന്നു, എൻ്റെ മൊബൈൽ നീട്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു വൈകിട്ട്, എന്തെങ്കിലും നിവൃത്തിയിൽ അവിടെ ചെല്ലാൻ പറ്റുമോ? അപ്പൊ ആ മനുഷ്യൻ നോക്കത്തില്ല. പുള്ളി ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയാൽ ഇങ്ങനെ ഡസൻ കണക്കിന് ആളുകൾ ഇങ്ങനെ കൈ മുന്നിച്ചു. അപ്പൊ പുള്ളി കണ്ണ് തുറക്കത്തില്ല. കണ്ണ് തുറക്കത്തില്ലെന്ന് വെച്ചാൽ പുള്ളി തല പൊക്കത്തില്ല. പുള്ളി കുനിഞ്ഞിരുന്നിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചെയ്തത്, തല ഉയർത്താതെ പുള്ളി കൈവക്കി ഒരു മൊബൈലിങ് മേടിച്ചു. അത് എൻ്റെ മൊബൈലായിരുന്നു. അതിന്റെ അർത്ഥം എൻ്റെ കേസ് പുള്ളി എടുത്തു. പുള്ളി പറഞ്ഞു, കൽക്കട്ടയ്ക്ക് ഞാൻ ടിക്കറ്റ് തരാം, പക്ഷെ 5 ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. കൽക്കട്ടയിൽ നിന്ന് 3.5 മണിക്കൂർ റോഡ് മാർഗം പോകണം, എന്നാലും രാത്രിയെങ്കിലും എത്താമല്ലോ എന്ന് ചിന്ത ചെയ്യും. പക്ഷെ അദ്ദേഹം ടൈപ്പ് ചെയ്ത് PNR അടിച്ച് അതും ചെയ്ത് ഇതും ചെയ്ത് വന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു 5 ടിക്കറ്റ് തീർന്നു.
ഞാൻ പറയുന്ന വേറെ എങ്ങോട്ടെങ്കിലും എടുത്തതാ, ഏതെങ്കിലും വഴിക്ക് കൽക്കട്ടയ്ക്കതാ. പുള്ളി പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ കൃത്യസമയത്ത് ഇദ്ദേഹത്തിന്റെ മേലധികാരി അവിടെ വന്നിട്ട് ചോദിക്കുന്നത് എന്താ പ്രശ്നം. അതില് ചോദിക്കേണ്ട കാര്യമില്ല, പുള്ളി അത് മാറ്റി വെച്ച് അടുത്ത മൊബൈൽ മേടിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ എന്നെ മറ്റൊരു കൗണ്ടറിലേക്ക്, അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ, അദ്ദേഹത്തിന്റെ ആളെന്നതുപോലെ അങ്ങനെയൊന്നും നടക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് അവിടെ നിന്ന് ത്രിപുരയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. ത്രിപുരയിൽ അഗർത്തലയിൽ ഞാൻ ഇറങ്ങി. അവിടുന്ന് കൽക്കട്ട ചെന്നപ്പോൾ രാത്രി 10:45. പക്ഷെ എങ്കിലും ആ കാര്യമെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മീറ്റിംഗ് നടത്തുന്നവർ എന്നെ വിളിച്ച് അവരുടെ ആശങ്ക എനിക്ക് കാണാം. അവർ മുട്ട നിൽക്കുകയാണെന്നും അവരെന്ത് ചെയ്യുമെന്നും ഭക്ഷണം ഓർഡർ ചെയ്തതാണെന്നും ഞങ്ങളത് ഓർഫണേജിൽ കൊണ്ട് കൊടുക്കാമെന്ന് എന്തെല്ലാം പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവരോടെല്ലാം ഞാൻ മറുപടി പറയുമ്പം ഞാൻ പറയും കാര്യങ്ങൾ നടക്കും, ഞാൻ പറയാം, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് ആ കാര്യങ്ങൾ മുഴുവൻ അങ്ങ് ക്രമീകരിച്ചു. അവരുടെ ഭക്ഷണവും വേസ്റ്റ് ആയില്ല. അവരുടെ ഭക്ഷണക്കാരൻ അവരോട് പറഞ്ഞത് ചോറ് വെന്തുവെന്നാണ്. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ആൾ പറഞ്ഞു നമുക്കിപ്പോൾ അവിടെ ചെല്ലാന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ചോറ് പോയിട്ട് അവര് വെള്ളം പോലും വെച്ചിട്ടില്ല. അവര് പറഞ്ഞു ഈ ഭക്ഷണം നാളെ തന്നാൽ മതി. അപ്പൊ അവർക്കൊന്നും പറയാൻ പറ്റാതെ അങ്ങനെ നഷ്ടം അവിടെ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞു. ശനി ഞായറിലേക്ക് ആ മീറ്റിംഗ് ക്രമീകരിച്ചു. ഏറ്റവും ഭംഗിയായിട്ട് ആ മീറ്റിംഗ് നടന്നു. പിന്നീട് അവർ പറഞ്ഞു ശരിക്കും അത് ശനിയും ഞായറും വെച്ചതുപോലെ ഭംഗി ആകത്തില്ലായിരുന്നു, വെള്ളിയും ശനിയും വെച്ചിരുന്നെങ്കിൽ എന്നുൾപ്പെടെ പറഞ്ഞു. എന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളിവിടെ മുള്ളയിൽ നിൽക്കുമ്പോൾ സാറിനെ വിളിക്കുന്ന സമയത്ത് സാറിന്റെ ഉത്തരങ്ങളൊക്കെ ഭയങ്കര ശാന്തമായും അതെന്നെ അങ്ങനെ. ഞാൻ പറഞ്ഞു ആ എയർപോർട്ടിൽ നിന്നപ്പോൾ എനിക്ക് വലിയൊരു ആത്മീക സത്യം കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും കർത്താവ് അറിയാതെ അല്ല. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും പ്രയാസമാണെങ്കിലും അതെല്ലാം നിയന്ത്രിക്കുന്നത് മേളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാരപ്പെട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കർത്താവിന്റെ അധീനത എൻ്റെ വിഷയത്തിൽ ഞാൻ ക്ലെയിം ചെയ്യുന്നതേ ഞാൻ പ്രിയായി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങളുടെ വിഷയത്തിൽ കർത്താവിന്റെ അധികാരത്തെ നിങ്ങളോട് ക്ലെയിം ചെയ്യും. നിങ്ങൾക്ക് അസാധ്യമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ വിഷയത്തിൽ കർത്താവിന്റെ ശക്തിയെ നിങ്ങളോട് ഏറ്റുപറയാം. ആ വിഷയത്തിൽ കർത്താവിന്റെ സ്വാധീനതയും അധികാരവും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളോട് ഏറ്റുപറയുക. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് എന്റെ ദൈവത്തിന്റെ നിയന്ത്രണത്തെ 100% ഉൾക്കൊള്ളുന്ന അനുഭവത്തിലാണ് സ്വർഗം തുറക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന്, നമ്മൾ ആ വിഷയത്തെ ഏറ്റെടുത്തിട്ട് നമ്മുടെ മനസ്സ് മുഴുവനും ചോദ്യം കൊണ്ട് നിറയ്ക്കും. ദൈവത്തെ കാണാൻ പറ്റില്ല. ആ ചോദ്യമാകുന്ന പുകപടലം ദൈവത്തെ കാണുന്നത് നമ്മെ തടയും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അവിടെ നിൽക്കുന്ന ഡസൻ കണക്കിന് ആൾക്കാർ ഓരോ കൗണ്ടറിൽ നിന്നും ബഹളം വയ്ക്കുന്ന വാചകങ്ങളൊന്നും നല്ല വാക്കുകളല്ല. എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഞാനും അങ്ങനെ ദേഷ്യപ്പെട്ട് അവരോട് വിദ്വേഷത്തോടെ നിന്നാൽ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല, എനിക്ക് ദൈവത്തോട് ബന്ധം പുലർത്താൻ പറ്റില്ല, ഞാൻ അകന്നു പോകും. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്റെ വിഷയത്തിൽ, എനിക്ക് മറുപടി ഇല്ലാത്ത വിഷയത്തിൽ, എനിക്ക് അസാധ്യമായ വിഷയത്തിൽ, എനിക്ക് ഉത്തരമില്ലാത്ത വിഷയത്തിൽ, ചിന്തിച്ചിട്ടും എത്തും പിടിയും കിട്ടുന്നില്ലാത്ത വിഷയത്തിൽ ദൈവത്തിന്റെ അധികാരത്തെ ഞാൻ ഏറ്റുപറയണം. ഹല്ലേലൂയ. കർത്താവിന്റെ അധികാരം ഒരു വിഷയത്തിന്റെ നടുവിൽ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി നിന്നാൽ മതി. ദൈവം പ്രവർത്തിക്കും, നമ്മൾ കണ്ടോണ്ടിരിക്കും. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില് മാനുഷികമായ പ്രയത്നങ്ങളൊക്കെ 0 ലെവലിലേക്ക് താണുപോകുന്നതിന്റെ നടുവില് ദൈവത്തിന്റെ അധികാരത്തെ നിന്റെ വിഷയത്തിൽ നീ ഒന്ന് പ്രൊക്ലെയിം ചെയ്യ. ഒന്ന് നാവുകളൊന്ന് വിളിച്ചു പറ. എന്നിട്ട് നീ മാറി നിന്ന് നോക്ക് തമ്പുരാൻ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ, നമ്മുടെ ബുദ്ധിക്ക് തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗം തുറക്കുന്നത് നീ കാണും. നിന്റെ വിഷയത്തിൽ സ്വർഗം തുറക്കുന്നത് നീ കാണും. ദൈവസന്നിധിയിലേക്ക് അവനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമ്മളും നമ്മളുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥന മാറുമ്പോൾ, അത് തരണേ ഇത് തരണേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് ചില പടികൾ മുന്നോട്ട് പോയിട്ട് അപ്പോ അങ്ങയുടെ ഹിതത്തിന്റെ ഒരു പടി കൂടെ ഞാൻ നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു.
ആ നനഞ്ഞ വസ്ത്രവുമായിട്ട് ആ സൈഡിലോട്ട് മാറി വെച്ച് ആളുകളെല്ലാം അവിടെ ഒരുപക്ഷെ ആ നനവ് മാറാൻ വേണ്ടി വെയിൽ കായാൻ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ മാറി ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ സ്വർഗം തുറന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊർദെഖായി രട്ടുടുത്ത ദൈവസന്നിധിയിൽ കിടന്നപ്പോൾ മൊർദെഖായി ജൽപ്പനം ചെയ്യുകയല്ലായിരുന്നു. മൊർദെഖായി അവിടെ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. യഹൂദന്മാർക്കൊരു പ്രാർത്ഥനയുണ്ട്. ആവർത്തന പുസ്തകത്തിലെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ചാൽ നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ നല്ല ഈണത്തിൽ ഉരുവിടുക എന്നുള്ളതാണ് യഹൂദന്മാരുടെ പ്രാർത്ഥന. അങ്ങനെയാണ് അവർ ഇന്നും പ്രാർത്ഥിക്കുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനയെ ഇന്നും നമുക്ക് കാണാൻ പറ്റുമല്ലോ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇടയ്ക്കൊക്കെ അവരുടെ പ്രാർത്ഥനകളൊക്കെ വരാറുണ്ട്. അത് ആരെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ട്. അവർ പറയുന്നതൊന്നുമല്ല, അവരുടെ ഭാഷയിൽ ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന വാചകങ്ങളെ ഉരുവിടുന്ന, കാണാതെ പഠിച്ചത് ട്യൂണിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. യഹൂദന്മാരെ മുഴുവനും ഇന്ന മാസം 1-ാം തീയതി അവരുടെ വീടുകളെ കൊള്ളയിട്ട് അവരുടെ ആളുകളെ മുഴുവനും വാളിന്റെ വായ്ത്തലയ്ക്ക് കൊന്നുകളയാൻ വേണ്ടി രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ട് ഓർഡർ ഇറക്കി. അഞ്ചൽക്കാർ വശം രാജ്യത്തിന്റെ നാനാദിക്കിലേക്ക് അത് കൊടുത്തു വിട്ടു. ഇനി ചില ദിവസങ്ങൾക്ക് അപ്പുറത്ത് അടുത്ത മാസം 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ജനം മുച്ചൂടും ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ പോവുകയാണെന്നുള്ള ഓർഡറാണ് രാജാവിന്റെ മുദ്രബോധനം കൊണ്ട് മുദ്രയടിച്ചിരിക്കുന്നത്. ഇത് കേട്ട മൊർദെഖായി ചില വാചകങ്ങൾ ട്യൂണിൽ ഉരുവിടുന്ന പ്രാർത്ഥനയൊന്നും അല്ല ചെയ്തത്. മൊർദെഖായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കൃത്യമായി സ്വർഗം തുറന്നു. മൊർദെഖായിയുടെ അകത്ത് കർത്താവ് കൃത്യമായി പദ്ധതി പറഞ്ഞു കൊടുത്തു. നീ എസ്തേറിനോട് ഇങ്ങനെ പറ. എസ്തേറിന് മറുപടി ഇന്നത്. അപ്പൊ ദൈവം മനസ്സിൽ പറഞ്ഞു, ഇന്ന മറുപടി എസ്തേറിനോട് പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ മറുപടിയിൽ ഒരു കാര്യം നേടിച്ചു നിൽക്കുന്നത് നമുക്കറിയാം അല്ലേ. നീ രാജധാനിക്കകത്തിരിക്കുന്നത് കൊണ്ട് സുരക്ഷിതയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നിന്റെ സുരക്ഷിതത്വം നിന്റെ കയ്യിലൊന്നും അല്ല. നീ രണ്ടാമത് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാലും ഞങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിൽ രക്ഷ ഒരുക്കും. അതെവിടുന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഇതാണ്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും ഹൃദയ നുറുക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിയുന്നുണ്ടല്ലോ, ഇതെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കരഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടേച്ച് അയ്യോ എന്റെ ഗതി ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞേച്ച് തിരിച്ചു വരുന്നതല്ലെന്ന്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ആ വാതിൽ തുറക്കുകയും കർത്താവ് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. അതാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ഇതുവരെ കാണാത്ത ചിലതൊക്കെ കാണുന്ന പ്രാർത്ഥന. അത് ആർക്കൊക്കെ അത് കാണാൻ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. സ്വർഗത്തിൽ ഇങ്ങനെ ദേഹരൂപത്തിൽ ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് താഴോട്ട് വന്നിട്ട് കർത്താവിൻ്റെ മേൽ, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന് അവിടെ ഇങ്ങനെ ചിറകടിച്ച് നിന്നുവെന്നാകാം, തന്റെ മേൽ ഇരുന്നുവെന്നാകാം. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന വിധത്തിലുള്ള ഒരു ദൈവ സാന്നിധ്യം ആണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്.
കൃത്യസമയത്ത് ദൈവം ഒരാളെ കൊണ്ടുവന്നു. കൃത്യസമയത്ത് ഒരു ഫോൺ കോള്, അതെങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് എങ്ങനെയാണ് ആ വ്യക്തി അത് ചെയ്തത്? കണ്ണും കൊണ്ട് കാണുന്ന വിധത്തിൽ കൃത്യമായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അനുഭവം. ഞാൻ പറഞ്ഞില്ലേ, ആ കൗണ്ടറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ അധീനതയിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ എങ്ങനെ ഇദ്ദേഹത്തിന്റെ മേലധികാരി അവിടെ വന്നു. ഇതൊക്കെ ചെറിയൊരു കാര്യമായിരിക്കാം, വലിയൊരു സംഭവമൊന്നും അല്ലായിരിക്കാം. എന്നാലും നമ്മുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ കർത്താവ് ശ്രദ്ധാലുവാണ്. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ അധീനത ഉള്ളതുകൊണ്ട്. നമ്മൾ ചിലപ്പോ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യം ഉൾപ്പെടെ നിവർത്തിച്ചു തരാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് സ്വർഗം തുറക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന പാട്ട് പോലെ, എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ച സ്വർഗകവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗകവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. അതുപോലെ അനുഭവിച്ചിട്ടുള്ളവരോട് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാകും. കൃത്യസമയത്ത് ദൈവം ചിലരെ പറഞ്ഞു വിട്ടത് കണ്ടുകൊണ്ട് കാണുന്നത് പോലെ അനുഭവിച്ച ദൈവമല്ലേ? കൃത്യസമയത്ത് നീക്കുപോക്കുകൾ സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് കാണുന്നത് പോലെ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളെ, കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഒന്നും കൂടെ ആവർത്തിക്കാം. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനായിരിക്കുന്ന സെമിനാരിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സായിപ്പ് അവിടെ വരികയും ആ സായിപ്പിന്റെ നിയമ നടപടികൾ ചെയ്യേണ്ട ആളത് ചെയ്യാതിരിക്കുകയും, അതായത് പോലീസിലും ഒക്കെ ഒരു ഫോം ഫില്ല് ചെയ്ത് ഇടണമായിരുന്നു. അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അത് ചെയ്തില്ല. അപ്പോൾ മേലധികാരി എന്നുള്ള വിധത്തിൽ എനിക്ക് റോയുടെ, അതായത് FRO എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഷോക്കോസ് നോട്ടീസ് വന്നു. ആ സായിപ്പ് തിരിച്ചുപോയി. പക്ഷെ വിസ ലംഘനം, അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വിസ ലംഘനം നടന്നിരിക്കുന്നു. 7 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റം താങ്കൾ ചെയ്തിരിക്കുന്നു. ഇന്ന ദിവസം ഇത്ര സമയത്ത് കൊച്ചിയിലുള്ള FRO ഓഫീസിൽ താങ്കൾ നേരിട്ട് ഹാജരാകും. അപ്പോൾ അതിൻ്റെ അടുത്തത് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാം. അതിന് നിയമ നടപടിയിലേക്ക് പോകാം. ഈ കുറ്റം അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷിച്ച് സമർപ്പിച്ചിരിക്കുന്ന രേഖയ്ക്കനുസരിച്ചാണ് എനിക്ക് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. അടുത്തത് എനിക്കറിയാവുന്ന പലരെയും ഞാൻ വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാവുന്ന പല പ്രമുഖരെയും വിളിച്ചു. അവരെല്ലാം കൈമലർത്തി. ഏറ്റവും ടോപ്പ് ലെവലിൽ അറിയാവുന്ന ഒരാള് അന്നത്തെ സമയത്ത് കൊച്ചിയിൽ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സാജു സാർ, അദ്ദേഹം ഇടുക്കിയിലുണ്ട്. അദ്ദേഹം അവിടെ തൻ്റെ മകനെയും കൊണ്ട് കൗൺസിലിംഗ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഓർത്തു, കൊച്ചിയിലെ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന ആൾക്ക് സഹായിക്കാൻ പറ്റും. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുമരകത്ത് CI SI എങ്ങോട്ടായിരുന്നപ്പോൾ ഇതുപോലത്തെ കേസിൽ ഒരാളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് റോയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അടുത്തത് എനിക്കറിയാവുന്ന ഒരാള് റോയിൽ നിന്ന് റിട്ടയർ ആയ ഒരു SP നമ്പർ വന്നു. എന്നിട്ട് പറഞ്ഞു, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ വിളിക്കും, അദ്ദേഹത്തിന് അവിടെ 2-3 പേരെ അറിയാം, എന്തെങ്കിലും വിധത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം, അറ്റ്ലീസ്റ്റ് ജാമ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് റോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള രംഗം വന്നപ്പോൾ അവൻ എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും ഞാൻ അകത്ത് പോകുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കൊച്ചിയിൽ ചെല്ലുന്നു. ഈ ഓഫീസർ വരാൻ അദ്ദേഹം സമയത്തിനൊന്നും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമയത്ത് വന്നിട്ടും അദ്ദേഹം നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ ഈ നോട്ടീസ് പിടിച്ച് സാറിനെ കാണാൻ വന്ന അവിടെ വല്ലതും ഇരിക്കുക.
എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഓഫീസിൽ കയറുന്നു. പുള്ളി ഒരു ഭയങ്കര മോശകനാണ്. അവരെ ചാടിക്കുന്നു, ഇവരെ ചാടിക്കുന്നു, എല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ പുള്ളി ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ഇത്ര എന്നും പറഞ്ഞ് എന്നോട് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളി എൻ്റെ ബേസ് ഫയൽ തപ്പുകയാണ്. അത് പുള്ളിയുടെ മേശപ്പുറത്ത് കാണേണ്ടതാണ്. ആ ബേസ് ഫയൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അത് കാണുന്നില്ല. അദ്ദേഹം അവിടെ തപ്പി, ഇവിടെ തപ്പി, ഇങ്ങോട്ട് തപ്പിയാണ് പോകണം. ആ ഫയലിൽ പുള്ളി മുഴുവൻ സബോർഡിനേറ്റിനെ വിളിച്ചു, ഈ ബേസ് ഫയൽ എന്ത് ചെയ്യും? സബോർഡിനേറ്റ് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, 4 പേരെ വിളിച്ച് തപ്പുന്നു. ഇവരാരും തപ്പിയിട്ട് ഫയൽ കിട്ടുന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, സാറേ തപ്പണ്ട, അത് കിട്ടില്ല. ഒരു 7-8 മിനിറ്റ് അവർ ഫയൽ തപ്പി, ഫയൽ കിട്ടിയില്ല. ഞാൻ നോക്കിയപ്പം ഇങ്ങനെ നിന്നയാള് പതുക്കെ 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 താഴോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനും പതുക്കെ പുള്ളിയോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റോളം അവിടെ നിന്ന് സംസാരിച്ചു. ഒടുവിൽ പുള്ളി ചിരിച്ച് സംസാരിച്ച് ഞാനും ഒരു കാത്തലിക് സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ടോക്ക്, ആ കേസ് അവിടെ ഇല്ലാതാക്കി അവിടുന്ന് പിരിഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം തുറക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ ചിലപ്പോൾ മുന്നോട്ട് വഴികളൊന്നും കാണുന്നില്ല എന്ന അനുഭവങ്ങൾ വരുമ്പോൾ, മുന്നോട്ട് ഭയങ്കര ആശങ്കകൾ നമ്മെ പിടിച്ച് ബാധിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ, ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പാ, ഞാൻ അങ്ങയോട് കൂടെ, അങ്ങ് എന്നോട് കൂടെ, അങ്ങറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അങ്ങ് ഞാനും കൂടെയുള്ള ഈ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിനും ഞാനല്ല വറി ചെയ്യുന്നത്. എന്റെ ഉടയവൻ അങ്ങായതുകൊണ്ട് അങ്ങാണ് എന്റെ വിഷയങ്ങളിൽ അവൻ ചിന്തിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള 100% ഒരു ഉറപ്പുണ്ട്. അതിൽ നിന്നാണ് സ്വർഗം തുറക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ആശയം നമ്മൾ പ്രാർത്ഥനയെ ഈ ഒരു ലെവലിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞല്ലോ, രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു, ഒരു ജനം മുഴുവനും കൊല്ലപ്പെടാൻ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത അന്തരീക്ഷം കാണുമ്പോൾ അതിന്റെ നടുവില് സ്വർഗം തുറന്നത് കൊണ്ട് മാത്രമാണ് രാജാവ് എഴുതിയ രേഖയ്ക്ക് ബദലായി അതേ രാജാവിനെ കൊണ്ട് ദൈവം രേഖ എഴുതിച്ചു. ഹിസ്കിയ രാജാവ് അശൂരിന്റെ ഭീഷണി കേട്ടപ്പോൾ ദൈവാലയത്തിലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞപ്പോൾ പ്രവാചകനെ വിട്ട് ദൈവം അരുളി ചെയ്ത് എന്താ? നീ ഭയപ്പെടണ്ട, ഞാൻ ആ വിഷയം ഏറ്റോളാം. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഭീഷണി മുഴക്കി നിൽക്കുന്ന സൻഹേരീബിന്റെ നാട്ടിൽ വേറൊരു ആക്രമണം ഉണ്ടായി എന്ന് കേട്ട് ഈ മനുഷ്യൻ തിരിച്ചുവിട്ടു. അതിനെക്കുറിച്ച് വചനം പറയുന്നത്, മൂക്ക് കയറിട്ട് വന്ന വഴിയെ ഞാൻ അവരെ തിരിച്ചോടിക്കുമെന്ന്. കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞൊരു കാള വരണ്ട നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുവൻ ഇങ്ങോട്ട് വന്ന് മൂക്ക് കയറിട്ട് ആ കാളയെ പിടിച്ച് തിരിച്ചത് വന്ന വഴിയെ ഓടിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ ഹിസ്കിയാവിനോട് സംസാരിക്കപ്പെട്ടത്. വൻ മല പോലെ നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവില് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ. ജീവിതത്തിന്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങൾ നിൽക്കുന്ന ചിലര് ഈ ദിവസങ്ങളിൽ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകളിലേക്ക് ഉയർന്നു വരട്ടെ. ജീവിതമാകുന്ന പ്രാർത്ഥന, ദൈവഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥന, കണ്ണുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ ചിലത് കാണുന്ന പ്രാർത്ഥന, അങ്ങനെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. എന്ന് മാത്രമല്ല, എന്റെ അടുത്ത വാക്യം സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയുടെ അടുത്ത വാക്യം, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, 22-ാമത്തെ വാക്യം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പൊ നമുക്ക് തീർച്ചയായും കർത്താവിൻ്റെ പ്രാർത്ഥന ഒരാവശ്യം നിവർത്തിക്കാനുള്ള പ്രാർത്ഥനയല്ലായിരുന്നു.
കർത്താവിന്റെ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമായിരുന്നു. സ്തോത്രം, സ്തോത്രം. അതായത് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ മുഖം കണ്ടൊരു ദിവസം തുടങ്ങുകയും ആ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള ഓരോ മിനിറ്റുകളിലും, ഓരോ മണിക്കൂറുകളിലും, ഓരോ മിനിറ്റുകളിലും, എന്തിനേറെ ഓരോ സെക്കൻഡുകളിലും കർത്താവിനോട് അങ്ങോട്ട് പറയും, കർത്താവ് ഇങ്ങോട്ട് പറയും. ഇത് ഒരു പ്രാർത്ഥനയായി മാറിയിരുന്നെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ദൈവവും തമ്മിൽ ഒരേപോലെ സംഭാഷണത്തിൽ നിന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് വെറുതെ കളയാതെ ആ ഒരു മിനിറ്റും കർത്താവുമായിട്ട് ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാകുന്ന അനുഭവം. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് ചോദിക്കേ? സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന കർത്താവ് അവിടെ എന്താണ് പറഞ്ഞതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ദൈവം ഇങ്ങോട്ട് പറഞ്ഞതെന്ന് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. ദൈവം ഇങ്ങോട്ട് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയ മകൻ, എനിക്ക് ഇഷ്ടം തോന്നുന്ന ആള്. ഈ ഒരു മറുപടിയെക്കാളും വലിയൊരു മറുപടി ജീവിതത്തിൽ കിട്ടാനില്ല. അതായത് ഒരു ദൈവബോധനോട് നിനക്ക് 3-ാം മാസത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ ഞാൻ ടിക്കറ്റ് തരാമെന്ന് പറയുന്ന ദൈവശബ്ദത്തിനൊക്കെ ഒരു വിലയില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും നിനക്കൊരു ഏറ്റവും വില കൂടിയ സാഹചര്യം ഞാൻ തരാം, വീട് തരാം, കാറ് തരാം എന്ന് പറയുന്നൊക്കെ വെറും ചപ്പും ചവറുമാണെന്ന് തോന്നുന്നത് ഇത് വായിക്കുമ്പോഴാണ്. കർത്താവ് പറയുന്നതിന് അറിയാം, ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാന് ഈ കഴിഞ്ഞ ദിവസം സെമിനാരിയിൽ ഒരു സ്റ്റുഡന്റ് ഒരു ഇച്ചിരി കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഞാൻ വിളിച്ചിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ ഇത് കാണുമ്പം എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ആളൊറ്റ കാഴ്ചയിൽ. അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെ മനസ്സിന് വിഷമമായി എന്ന് പറഞ്ഞത് ആ സെമിനാറിലെ 125 സ്റ്റുഡൻസിൽ ഒരു സ്റ്റുഡന്റിന് കരച്ചിലായി ഭവിച്ചെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ആ വ്യക്തിയോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്ന ആ വ്യക്തിയിൽ എത്ര സന്തോഷം ഉണ്ടാകും. ഒരു ചെറിയ സമൂഹത്തിനകത്ത് ഇത്രയും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ അഖില ലോകത്തിന്റെ ഉടയവനും സകല ചരാചരങ്ങളുടെ സൃഷ്ടിതാവും എല്ലാറ്റിന്റെയും നാഥനുമായ സർവശക്തൻ 4 പേരുടെ മുമ്പിൽ ഈ നിൽക്കുന്ന ആളെ കണ്ടോ, എന്റെ ഫേവറേറ്റ് ആളാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ശബ്ദം പിന്നെ കേൾക്കാനുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഇതിനേക്കാളും വലിയൊരു മറുപടി ഇല്ല. ഹല്ലേലൂയ. ഈ മറുപടി കിട്ടുമ്പോഴും സ്വർഗം തുറക്കുമ്പോഴും മനുഷ്യബോധത്തിന് തലചായ്ക്കാൻ ഇടയില്ല. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. കർത്താവിനെ ഒറ്റുകൊടുക്കാനും തള്ളിപ്പറയാനും അവിടെ കർത്താവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള പ്ലാനുകൾക്ക് മാറ്റം അതങ്ങനെ തന്നെ നടക്കും. പ്രതിസന്ധികളില്ലാത്ത ജീവിതമല്ല പ്രിയപുത്രന്റെ ജീവിതം. തകർച്ചകളില്ലാത്ത ജീവിതമല്ല ഏറ്റവും പ്രിയനായവന്റെ ജീവിതം. പക്ഷെ ആ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്നറിയാമോ? സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മളെ വിരൽ ചൂണ്ടിയിട്ട് ഈ വ്യക്തി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറയുന്ന ജീവിതത്തിന്റെ അനുഭവമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഇങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങിയാൽ എപ്പോഴും എപ്പോഴും കേൾക്കാൻ തോന്നുന്നു, ആഗ്രഹമുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ചർച്ചിലെ കൊച്ചുകുട്ടികൾ, ഞാൻ ഇടയ്ക്കൊക്കെ അവരെ കാണുമ്പോൾ തോളത്തിലിട്ട് തട്ട് തട്ടിട്ട് ഗുഡ് ഗേൾ, ഗുഡ് ബോയ്,
നല്ല ഡ്രസ്സാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് 2 അഭിനന്ദനത്തിന്റെ വാക്കുകൾ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ കാണുമ്പോൾ ആ കുട്ടികൾ ഓടി വരും. എന്തിനാണെന്നറിയാമോ? നല്ല വാക്ക് കേൾക്കാൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന കർത്താവ് ഇങ്ങോട്ട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? നീ എന്റെ പ്രിയപുത്രനാണ്. ഇത് പറയുന്നത് കേൾക്കാനും ഇങ്ങനെ സമയം ചെലവഴിക്കാനും പിന്നെ അങ്ങോട്ട് കൊതിയാണ്. കാരണം ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അത് കേട്ടുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അത്ര വിലമതിക്കുന്നുണ്ട് ദൈവസാന്നിധ്യത്തിന്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള് നമ്മളെ അഭിനന്ദിക്കുന്നെങ്കിൽ നമുക്ക് ഭയങ്കര കൊതിയാ പിന്നെ അത് കേൾക്കാൻ. സ്വാർത്ഥതകളൊന്നുമല്ല, അതൊരു സന്തോഷം തരുന്നത് പോലെ വേറെ ഒന്നുമില്ല. എന്നുവെച്ചാൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. മർക്കോസ് 1:35. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അധികാലത്ത് എഴുന്നേറ്റ്. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിത്രം എന്താണെന്നറിയാം? ഒരു രാത്രി മുഴുവനും കിടക്കുമ്പോൾ നിങ്ങൾ ഒരു ദൂരയാത്ര പോകാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ടൂർ പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ആ ടൂർ പോകുന്നത്. വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിങ്ങൾ 4 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്. പക്ഷേ 1 മണിയായപ്പോൾ ചാടി എഴുന്നേറ്റു. എന്നാ എഴുന്നേക്കാൻ കാര്യം? അല്ല, 4 മണി ആയോന്ന്. പിന്നെ ഒരു വിധത്തിൽ ഉറങ്ങും. ഒരു 3 മണിയായപ്പോൾ പിന്നെയും ചാടി എഴുന്നേറ്റു. പോകാൻ സമയം. അതെന്നെ അങ്ങനെ? കാരണം ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കളോടൊപ്പം ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിലേക്ക് പോകുക എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിനെ സ്വാധീനിച്ചാൽ പിന്നെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പൊ കർത്താവ് ഉറങ്ങാൻ കിടക്കുമ്പോഴും കർത്താവിന്റെ മനസ്സിന് ആ ദൈവശബ്ദം കേൾക്കണം. കർത്താവിനോടൊപ്പം പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കണം. അപ്പൊ അധികാലത്ത് എഴുന്നേൽക്കുമ്പോ പിന്നെ ഒന്നും കൂടെ കിടന്ന് ഉറങ്ങണമെന്നല്ല, എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്ത് ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക. സ്വർഗം തുറക്കും. ഇതുപോലെ നമ്മുടെ മനസ്സിൽ കൊതിയുണ്ടെങ്കിൽ. ഞാൻ ഇനി ഒരു പടി കൂടെ കടത്തി പറയാം. ഇങ്ങനെയൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ദൈവമൈതല് മണിക്കൂറുകൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വരില്ല. അബ്ബാ എന്നൊരു വിളി വിളിച്ചാൽ സ്വർഗം അവിടെ തുറക്കും. അതാ ബന്ധം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു ആവശ്യം ഒരു സുഹൃത്തിന്റെ അടുത്ത് നേടിയെടുക്കണമെങ്കിൽ ചില സുഹൃത്തുക്കളെ മണിക്കൂറുകൾ സംസാരിച്ചാലും രക്ഷയില്ല. വേറെ ചിലരോട് ഒരു 5-6 പ്രാവശ്യം സംസാരിച്ചാൽ ചിലപ്പോൾ നടക്കും. എന്നാൽ മറ്റ് ചിലരുണ്ട്, ആവശ്യം മുഴുവനും പറഞ്ഞ് തീർക്കണ്ട, അതിന് മുൻപേ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്. അത് ബന്ധമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ് സ്വർഗം തുറക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥന ജൽപ്പനത്തിന്റെ തലത്തിൽ നിന്ന് ഉയരട്ടെ. എന്നും തുടങ്ങുന്ന ഒരു സെന്റൻസും അവസാനിക്കുന്ന ഒരു സെന്റൻസും മനസ്സിൽ പാടി പതിഞ്ഞ ആ വാചകങ്ങള് ഉരുവിട്ട് തീർക്കുന്ന പ്രാർത്ഥന അതിന്റെ അപ്പുറത്തേക്ക് വളർന്നു പോകാൻ, ഉയർന്നു നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കും. ആ മാതൃകയാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചു. ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ
ഏറി വന്നാൽ